കിനാവിൻ്റെ തീരത്ത് ഭാഗം 51. ഏറെ സന്തോഷത്തോടെ രണ്ടുപേരും അകത്തേക്ക് കയറിയിരുന്നു. നിങ്ങൾ എപ്പോൾ തിരിച്ചതാ അവിടുന്ന്? സ്നേഹപൂർവ്വം മാധവി ചോദിച്ചു. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ തൊഴുത്തതിന് ശേഷം പോന്നതാ. പിന്നെ ഒരു 3 മണിയെങ്കിലും ആയിട്ട് ഇവിടെ വരാമെന്ന് കരുതി. അയ്യോ, എങ്കിൽ പിന്നെ നേരത്തെ വരായിരുന്നില്ലേ? ഉച്ച തൊട്ടേ ഞങ്ങൾ കാത്തിരിക്കുക, മാധവി പറഞ്ഞു. നിങ്ങളിന്ന് വരുന്നത് കൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോലും പോയില്ല. ചിരിയോടെ മഞ്ജുവും മീനുവും പറഞ്ഞപ്പോൾ സുധി രണ്ടുപേരെയും നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. ആഹാ, അപ്പോൾ ഇനി നാളെ അവധിയെടുക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ നാളെ വൈകുന്നേരം അല്ലേ പോകുന്നുള്ളൂ. ഞാൻ നിങ്ങളെയൊക്കെ നന്നായി ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ലീവ് എടുത്തത് കൊണ്ട് ഇനി നാളെ സ്കൂളിൽ പോയല്ലേ പറ്റൂ. വേണമെങ്കിൽ നാളെ അവധിയെടുക്കാം. ചിരിയോടെ മഞ്ജു പറഞ്ഞപ്പോൾ എല്ലാവരും ആ തമാശയ്ക്കൊന്ന് ചിരിച്ചു. ഞാൻ ചായ എടുക്കാം, അതും പറഞ്ഞ് മാധവി അകത്തേക്ക് പോയിരുന്നു. ആ പുറകെ തന്നെ അവനെ ഒന്ന് നോക്കിയിട്ട് മീരയും അകത്തേക്ക് കയറി. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മീനുവും മാധവിക്കൊപ്പം ഉണ്ട്. അവളെ കണ്ടതും മാധവി സഹായിക്കുന്നത് നിർത്തി സുധിയോട് സംസാരിക്കാനായി മീനുവും ഉമ്മറത്തേക്ക് പോയി. ആ സമയം കൊണ്ട് മഞ്ജുവുമായി സുധി അടുത്തിരുന്നു. പെട്ടെന്നവന് ശ്രീലക്ഷ്മിയാണ് ഓർമ്മ വന്നത്. അതുപോലെ പെട്ടെന്നെടുക്കുന്ന പ്രകൃതമാണ് മഞ്ജുവിൻ്റേതെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെ അവളുമായി പെട്ടെന്നൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാനും അവന് സാധിച്ചിരുന്നു. മീനു മീരയെപ്പോലെ അല്പം ഉൾവലിഞ്ഞ പ്രകൃതമാണെന്ന് അവന് തോന്നിയെങ്കിലും അവൻ തമാശകളൊക്കെ പറഞ്ഞ് അവളെയും വിഷമിപ്പിക്കാതെ ഇടപെട്ടു. അടുക്കളയിലേക്ക് എത്തിയതും മാധവിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അവിടുത്തെ വിശേഷങ്ങളായിരുന്നു. അമ്മയെ വേദനിപ്പിക്കാത്ത തരത്തിലാണ് അവൾ വിശേഷങ്ങൾ പറഞ്ഞത്. ചെറിയമ്മയിൽ നിന്നും അമ്മയിൽ നിന്നുമുണ്ടായ സംസാരമൊന്നും അമ്മയോടവൾ പങ്കുവച്ചില്ല. ആ അമ്മമ്മനം ഉരുകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇതിനിടയിലാണ് അവളുടെ കൈയിൽ കിടന്ന വള മാധവി കണ്ടത്. പെട്ടെന്ന് അവർ അവളുടെ കൈകളിൽ പിടിച്ച് വളയിലേക്ക് നോക്കി. ഈ വള ഏതാ മോളെ? നമ്മൾ വാങ്ങിയ വള എവിടെ? സംശയത്തോടെ അവർ ചോദിച്ചു. അത് ഇങ്ങോട്ട് വരുന്ന വഴി മാറിയമ്മേ. അതിൽ 2 എണ്ണം നന്നായി ചുളുങ്ങിയിരുന്നു. സുധിയേട്ടൻ പറഞ്ഞു അത് മാറി മറ്റൊരു വള മേടിക്കാൻ. ഇപ്പോൾ സുധിയേട്ടൻ്റെ കുറച്ച് സ്വർണം കൂടി കൂട്ടിയിട്ടാണ് ഇത് രണ്ടും വാങ്ങിയത്. 2.5 പവൻ വീതമുണ്ട് രണ്ടും. മകളുടെ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമാണോ അതോ അപകർഷതാ ബോധമാണോ തന്നെ ഭരിക്കുന്നത് എന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു മാധവി. അവരുടെ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞിരുന്നു. നീ ആവശ്യപ്പെട്ടതാണോ സുധിയോട്? വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല മോളെ. നമ്മൾ അവരുടെ കയ്യിലുള്ളത് കൂടി മനസ്സിലാക്കി വേണം ചെലവാക്കാൻ. അയ്യോ അമ്മേ, ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല. സുധിയേട്ടൻ തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ചതാണ്. ഞാൻ കുറേ വട്ടം പറഞ്ഞതാ വേണ്ട എന്ന് പറഞ്ഞു. അരുതാത്തതെന്തോ കേട്ടതുപോലെ അവൾ പറഞ്ഞു. സുധിയായിട്ട് തീരുമാനിച്ചതാണെങ്കിൽ കുഴപ്പമില്ല. നീ അങ്ങോട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ പറയോ അമ്മേ? അങ്ങനെ പറയില്ല. എങ്കിലും അമ്മ ചോദിച്ചതാണ്. അഥവാ പറഞ്ഞാലും കുഴപ്പമില്ല, നിന്റെ ഭർത്താവാണ്. പക്ഷേ സുധിയുടെ കയ്യിൽ അതിനുള്ള മാർഗമുണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷമേ നീ പറയാവൂ. കാരണം വരവറിഞ്ഞ് ചെലവാക്കാവൂ. ഗൾഫിലാണെന്ന് പറഞ്ഞാലും വലിയ നീക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല. പെങ്ങളെ കെട്ടിച്ചു വിട്ടതും വീട് മൂടിക്കൂട്ടിയതുമൊക്കെ സുധിയാണെന്നാണ് സുധിയുടെ അമ്മാവൻ പറഞ്ഞത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് മോള് സുധിയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. എനിക്കതൊക്കെ അറിയാലോ അമ്മേ. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞല്ലേ ഞാൻ പണ്ടും ജീവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സുധിയേട്ടൻ്റെ വരുമാനം അറിഞ്ഞ് ഞാൻ ജീവിക്കൂ. പിന്നെ ഈ മാല സുധിയേട്ടൻ അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ അറിയുന്നത് മാല എൻ്റെ കയ്യിൽ തന്നപ്പോഴാണ്. എനിക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. കഴുത്തിൽ കിടന്ന നേർത്ത നെക്ലസ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതിൻ്റെ തുമ്പിൽ കിടക്കുന്ന പേറ്റൻറ്റിൽ മാധവി വിരലോടിച്ചു. ഇത് ഡയമണ്ട് ആണെന്നാണമ്മേ പറഞ്ഞത്. ആണോ? അത്ഭുതത്തോടെ അവർ ചോദിച്ചു. ഇതേ പാറ്റേണിലുള്ള ഒരു മാല പണ്ട് നീതൂനുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇതുപോലെ ഒരു മാല ഉണ്ടായിരുന്നെങ്കിലെന്ന്. പക്ഷേ ഡയമണ്ട് വേണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. സാധാ കല്ല് വെച്ച ഒരു ലവിൻ്റെ ലോക്കറ്റ്. എൻ്റെ മാല പൊട്ടുമ്പോൾ അമ്മയോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്നും കരുതിയിരുന്നു. ഉള്ളിലുള്ള മോഹം അവൾ പറഞ്ഞപ്പോൾ മാധവി നന്നായി ഒന്ന് ചിരിച്ചു. അതിനെന്താ, നിന്റെ മോഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരാളെ തന്നെയല്ലേ കിട്ടിയത്. നിന്റെ മനസ്സറിഞ്ഞതുപോലെയല്ലേ സുധി മാല വാങ്ങിക്കൊണ്ട് വന്നത്. ശരിക്കും അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇതിനിടയിൽ ചായ തിളപ്പിക്കുകയും അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മാധവി. അവിടെ അമ്മയൊക്കെ എങ്ങനെയുണ്ട്? നിന്നോട് വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ.
ആ കാണുന്ന മുൻചുണ്ടിയൊക്കെ ഉള്ളൂ. അടുത്തിടപഴകുമ്പോൾ ആള് പാവമാണ്. എന്നോട് അങ്ങനെയൊന്നും മോശമായി പറഞ്ഞില്ല. പറയുന്നത് കള്ളമാണെന്ന ഭാവം ഒരിക്കൽ പോലും മുഖത്ത് വരാതിരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ പ്രാർത്ഥന അതായിരുന്നു, നിന്നെ അവിടെ ആരും കുത്തി നോവിക്കരുതെന്ന്. നമ്മൾ വലുതായി സ്വർണ്ണമൊന്നും കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് സുധിയുടെ അമ്മയ്ക്ക് ആ ഒരു അനിഷ്ടം ഉണ്ടാവും. അത് നിന്നോട് കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നിഷ്കളങ്കമായി പറയുന്നവരുടെ മുഖഭാവം കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു മീരയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് താൻ ഒന്നും പറയേണ്ടെന്ന് കരുതിയത്. വെറുതെ അമ്മയെ കൂടി സങ്കടപ്പെടുത്തണ്ടല്ലോ. അവിടെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അമ്മേ. പിന്നെ സുധിയേട്ടൻ അങ്ങനെ ഒരു പ്രശ്നത്തിനും എന്നെ വിട്ടുകൊടുക്കുകയില്ല. ഏറെ ആത്മാർത്ഥമായി തന്നെയാണ് അവൾ ആ കാര്യം പറഞ്ഞത്. അത് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ കല്യാണം തന്നെ മതിയെന്ന് വാശി പിടിച്ചത്. സുധി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന്. നിന്റെ ഭാഗ്യമാണ്. കേട്ടിടത്തോളം ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട. നമ്മളെയൊക്കെ പോലെ ബുദ്ധിമുട്ടുകളിൽ ജീവിച്ചു വന്നതാവൻ. അതുകൊണ്ട് ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കില്ല. അങ്ങനെ എനിക്കൊരു വിശ്വാസമുണ്ട്. സത്യം അമ്മേ, അറിയാതെ പോലും എന്നെ വിഷമിപ്പിക്കുന്നില്ല. നിന്റെ ഭാഗത്തു നിന്നും അവനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒരു സ്വഭാവവും ഉണ്ടാവരുത്. ഇല്ലമ്മേ, ഒരിക്കലും ഞാനായിട്ട് സുധിയേട്ടനെ വിഷമിപ്പിക്കില്ല. എൻ്റെ മുഖം ഒന്ന് വാടിയാൽ സുധിയേട്ടനെ സഹിക്കില്ല. പിന്നെ അതൊന്ന് തെളിയിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ആള്. ഏറെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട ഒരുവനെക്കുറിച്ച് അവൾ പറയുന്നത് മാധവിയും കേട്ടുനിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.